ഒരിക്കലും UDF ഇവിടെ ഭൂരിപക്ഷം കിട്ടാൻ പോകുന്നില്ല. ഒരിക്കലും UDF ജയിക്കാനും കഴിയുകയില്ല. ഒരിക്കലും UDF ഇവിടെ സർക്കാർ ഉണ്ടാക്കാനും പോകുന്നില്ല. അതുകൊണ്ട് നടക്കാൻ പോകാത്ത ഒന്നിനെ സങ്കല്പിച്ചുകൊണ്ട്, ഉണ്ടാകാൻ പോകാത്ത ഒന്നിനെപ്പറ്റി പറഞ്ഞുകൊണ്ട്, ഒരിക്കലും കിട്ടാൻ ഇടയില്ലാത്ത ഒരു മുഖ്യമന്ത്രി പദവിയെ ചൊല്ലിയുള്ള തർക്കം ഇപ്പോഴും ആരംഭിച്ചു ആ പാർട്ടിക്കകത്ത്. ആ പാർട്ടിക്കകത്ത് മുഖ്യമന്ത്രിയാകാൻ നിൽക്കുന്നത് ഒരാളല്ല, രണ്ടാളല്ല, മൂന്നാളല്ല, 4 ആളുകൊണ്ട് ചുരുങ്ങിയത്. ഇപ്പോൾ ഇന്നത്തെ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ കമ്പോള നിലവാരപ്രകാരം മുഖ്യമന്ത്രിയാകാൻ വേണ്ടി ഉപ്പാകത്തിന് കാത്തിരിക്കുന്നവർ ഇപ്പോൾ ആ പാർട്ടിക്കകത്ത് 4 പേരുണ്ട്. നാളെ അത് 5 ആകാം, പിന്നെ 6 ആകാം. ഈ ഗതികെട്ട അവസ്ഥയെപ്പറ്റി ഏറ്റവും ബോധ്യമുള്ളത് അവർക്കാണ്. അതുകൊണ്ടാണ് അവർ ഇതുപോലെയുള്ള പുകമറ പരത്തിക്കൊണ്ട് യഥാർത്ഥ പ്രശ്നം മൂടിവെക്കാൻ വേണ്ടിയുള്ള തത്രപ്പാടിൽ ഏർപ്പെട്ടിരിക്കുന്നത്. അവരെ രക്ഷിക്കാൻ ആർക്കും കഴിയുകയില്ല. ഓക്കെ, ഇതിൻ്റെ ഭാഗമാണത്. ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞല്ലോ, LDFും RS നയിക്കുന്ന BJPയും തമ്മിൽ ഒരു ഡീൽ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കണം. രണ്ട് കാര്യം കാണാം. ഒന്ന് ഇത് തന്നെ, രണ്ട് അവർക്കിടയിലുള്ള പ്രശ്നങ്ങളെ മൂടിവെക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നുണ്ട്, ന്യൂനപക്ഷങ്ങൾക്ക് ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യങ്ങളിൽ അരക്ഷിതാവസ്ഥയുണ്ട്. RSSൻ്റെ ഭരണത്തിൻ്റെ കീഴിൽ ഇന്ത്യയിലെമ്പാടും ന്യൂനപക്ഷങ്ങൾക്ക് ഭയമുണ്ടാകുന്നുണ്ട്. ന്യൂനപക്ഷങ്ങളുടെ എല്ലാ അവകാശങ്ങളും, ആരാധനാവകാശങ്ങൾ, സാംസ്കാരിക അവകാശങ്ങൾ, അവരുടെ ഭക്ഷണ രീതികൾ, വിദ്യാഭ്യാസ അവകാശങ്ങൾ, വസ്ത്രരീതികൾ അടക്കം എല്ലാം വെല്ലുവിളിക്കപ്പെടുകയാണ്. അതുകൊണ്ട് അവർ അങ്ങേയറ്റം ഭയപ്പാടിലാണ്. ലോകത്തെവിടെയും ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുമ്പോൾ ആ ന്യൂനപക്ഷം ചുറ്റുപാടും നോക്കും, ബന്ധുക്കൾക്ക് വേണ്ടി. ഇന്ത്യയിൽ അവർക്കറിയാം, അങ്ങനെ നോക്കിയാൽ കാണുന്ന ബന്ധുക്കൾ ഞങ്ങളാണ്, ഇടതുപക്ഷമാണ്. എവിടെയെല്ലാം ഞങ്ങളുണ്ടോ, ചെറുതാകട്ടെ വലുതാകട്ടെ, അവിടെയെല്ലാം ഞങ്ങൾ ആക്രമിക്കപ്പെടുന്ന ന്യൂനപക്ഷങ്ങളുടെ ബന്ധുക്കളായിട്ടുള്ള കാര്യം അവർക്കറിയാം. അത് ഛത്തീസ്ഗഡ് ആയാലും, ജാർഖണ്ഡ് ആയാലും, മഹാരാഷ്ട്ര ആയാലും, UP ആയാലും, എവിടെയായാലും ഞങ്ങളവരുടെ കൂടെയുണ്ട്. മണിപ്പൂരിലായാലും വി ആർ വിത്ത് ദം. അവർക്കറിയാം. അവിടെ ഒന്നും ഇവരാരെയും കണ്ടിട്ടേ ഇല്ല. ആ ബന്ധത്തിൻ്റെ ബലത്തിലാണ് ഉറപ്പായും ഞങ്ങൾ പറയുന്നത്, ന്യൂനപക്ഷങ്ങൾ കേരളത്തിലും ഞങ്ങളെ ഏറ്റവും അടുത്ത ബന്ധുവായി കാണും. ആ വിശ്വാസം ഞങ്ങൾക്കുണ്ട്, ആ പേടി അവർക്കുമുണ്ട്. അതുകൊണ്ടാണ് ന്യൂനപക്ഷ മനസ്സുകളിൽ ആശയക്കുഴപ്പത്തിന് വിത്തുവാകാൻ വേണ്ടി അവർ ഈ ഇല്ലാത്ത ഡീൽ കഥ പറയുന്നത്. വാസ്തവത്തിൽ ഒരു ഡീലുണ്ട്. ആ ഡീൽ കോൺഗ്രസും BJPയും തമ്മിലാണ്. ആ ഡീൽ അവർക്ക് മൂടിവെക്കാൻ താല്പര്യമുണ്ട്. ആ ഡീൽ പുതിയതല്ല. 91 വടകരയിലും ബേപ്പൂരിലും തുടങ്ങിയ ആ ഡീൽ, KG മാരാരുടെ ആത്മകഥയിൽ പറഞ്ഞ ആ ഡീൽ, 40 മണ്ഡലങ്ങളിലെ വോട്ടിൻ്റെ കൈമാറ്റത്തിന് ഉണ്ടാക്കിയ ഡീൽ, ആ ഡീൽ കാലങ്ങൾ കഴിയുന്തോറും ഇന്നുവരെയും വേഷം മാറിയും മാറാതെയും തുടരുകയാണ്. അതുകൊണ്ട് BJPയുടെ RSSൻ്റെ രാഷ്ട്രീയ ബന്ധമാണ് കോൺഗ്രസ്. ഇവിടുത്തെ കോൺഗ്രസ്സിന് ഗാന്ധി, നെഹ്റു ഈ പേരൊന്നും പറയാൻ പോലും അവകാശമില്ല. ഗാന്ധി നെഹ്റു മൂല്യങ്ങളെ പാടയം മറന്നുകൊണ്ട് അയോധ്യയിൽ ബാബറി മസ്ജിദ് വിളിക്കാൻ വേണ്ടി കൂട്ടുനിന്ന ആ മാറ്റമുണ്ടാക്കിയ കോൺഗ്രസ്, ആ കോൺഗ്രസിൻ്റെ ഇവിടുത്തെ നേതൃത്വം തീർച്ചയായിട്ടും മഹാത്മാഗാന്ധി, നെഹ്റു മൂല്യങ്ങളെ മറന്നവരാണ്. അതുകൊണ്ട് അവർക്ക് BJPയുമായിട്ട് ബന്ധപ്പെടാൻ ഒരു പ്രയാസവുമില്ല. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ വീണ്ടും കാണുകയാണ്, ഞാൻ പലവട്ടം പറഞ്ഞു മുൻകാലങ്ങളിലൊക്കെ, ഒരുതരം രാഷ്ട്രീയ ഉൾപ്രേക്ഷയെപ്പറ്റി. ഉൾപ്രേക്ഷ എന്നാൽ എന്താണ്? ഉൾപ്രേക്ഷ എന്നാൽ മറ്റൊന്നിൻ ധർമ്മയോഗത്താൽ അത് താനല്ലയോ ഇത് എന്ന് വർണ്ണ്യത്തിൽ ആശങ്ക,
അതാണ് ഉൽപ്രേക്ഷ. ആ ഉൽപ്രേക്ഷ ഭാഷയിലെ വ്യാകരണത്തിൽ മാത്രമല്ല രാഷ്ട്രീയത്തിൽ കാണാൻ പറ്റും. അധികാര ഉദ്യതൻ ധർമ്മയോഗത്താൽ BJPയുടെ താമര തന്നല്ലയോ കോൺഗ്രസിൻ്റെ കൈപ്പത്തിയെന്ന് ആശങ്കയല്ല യഥാർത്ഥമായ ബോധ്യമുണ്ടാക്കുന്ന ഈ ഉൽപ്രേക്ഷയെ കേരളം കാണുകയാണ്. മുമ്പെല്ലാം എങ്ങനെയാണോ ഈ ഉൽപ്രേക്ഷയെ, നാണംകെട്ട ഉൽപ്രേക്ഷയെ ജനങ്ങൾ കുഴിച്ചുമൂടിയത്, അതുപോലെ തന്നെ ഇപ്രാവശ്യവും ജനങ്ങളതിനെ കുഴിച്ചുമൂടും. ആ വിഭ്രാന്തിയിലാണ് കോൺഗ്രസ് നിരന്തരമായിട്ട് ഈ കഥ പറയുന്നത്. ഇല്ലാത്ത LDF BJP ഡീലിനെ പറ്റി പറയുന്നത്. ഉള്ള കോൺഗ്രസ് BJP ഡീൽ മൂടി വയ്ക്കാൻ വേണ്ടിയുള്ള തന്ത്രമാണത്. ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ പറഞ്ഞല്ലോ, ആ കള്ളൻ പോയിട്ടില്ല. ഉത്സവപ്പറമ്പിലെ സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും മാല വെട്ട് ചോടുമ്പോൾ ദേ കള്ളൻ എന്ന് പറഞ്ഞ് ഓടിപ്പോകുന്ന ആ കള്ളൻ ഇവിടെ ഉണ്ട്, കേരളത്തിലുണ്ട്, രാഷ്ട്രീയത്തിലുണ്ട്. ആ കള്ളൻ്റെ മുഖച്ഛായ ഇവിടുത്തെ കോൺഗ്രസിൻ്റെ മുഖച്ഛായയാണ്. അതുകൊണ്ട് ആ കള്ളനെ കേരളം പിടികൂടും. ഇനി മേലാൽ മാല വെട്ട് ചോടുമ്പോൾ ഈ പറയുന്ന ദേ കള്ളൻ എന്ന് പറയുന്ന കള്ളത്തരം പറയാൻ ആ കള്ളനെ, രാഷ്ട്രീയ കള്ളനെ, ഈ പ്രബുദ്ധ കേരളം സമ്മതിക്കാൻ പോകുന്നില്ല. അതിൻ്റെ അന്ത്യം കുറിക്കും ഇത്തവണ കേരളം. ഞാനും നോക്കിയത് ഞങ്ങളുടെ ജാഥ തീരുമ്പോൾ ഞങ്ങൾ ആ വേദിയിൽ വെച്ച് എല്ലാ പട്ടികയും പ്രഖ്യാപിക്കുന്നു പറഞ്ഞ് ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. ഇപ്പോൾ ചോദിക്കുന്നത് ആര് പറഞ്ഞെന്ന് ചോദിക്കുന്നത്. ഇതും ചോദിക്കുകയാണ് ഇപ്പോൾ. ആര് പറഞ്ഞു 100 വേണമെന്ന്? ഗോൾ പോസ്റ്റ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ കളിയിൽ കോൺഗ്രസിൻ്റെ മാർഗം അതാണ്. ഗോൾ പോസ്റ്റ് മാറുക, സൗകര്യാർത്ഥം മാറ്റിവെക്കുക. അങ്ങനെ ഗോൾ പോസ്റ്റ് മാറ്റിവെച്ചാൽ ജയിക്കാൻ പറ്റിയ കള്ളക്കളിയല്ല ഇത്. ഗോൾ പോസ്റ്റ് മാറ്റണ്ട. ഉറപ്പായിട്ട് LDF പറയുന്നു, LDFന് 3ാം ഊഴം കിട്ടിയിരിക്കും എന്ന് പറഞ്ഞാൽ UDF BJP കൂട്ടുകെട്ടിനെ ഈ കേരളം ഈ മണ്ണിൽ കുഴിച്ചു മൂടിയിരിക്കും. ആര് പറയുന്നത്? എല്ലാ കാലത്തും കമ്മ്യൂണിസ്റ്റുകാർക്ക് അതിൻ്റെ ശക്തിയെപ്പറ്റി പറയുമ്പോൾ പാർട്ടിയുടെ ഏറ്റവും അകത്തുള്ള ആൾക്കാരെ മാത്രമല്ല, പാർട്ടിയുടെ ചേർന്ന് പോകുന്ന എല്ലാ ബന്ധുക്കളെയും നിങ്ങൾ കാണുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ്. ലീലാകൃഷ്ണൻ എത്രയോ കാലമായിട്ട് സാംസ്കാരിക മേഖലയിലെ ഞങ്ങളുടെ ശബ്ദമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അഗാധ ബന്ധമുള്ള യുവകലാ സാഹിതിയുടെ സംസ്ഥാന പ്രസിഡന്റാണ് അദ്ദേഹം. ദശാബ്ദങ്ങളായിട്ട്, വർഷങ്ങളായിട്ട്. അത് പുതിയ ആളല്ല. ഈ മലയാളത്തിൻ്റെ സാംസ്കാരിക മേഖലയ്ക്ക് ആ പേരറിയാം. കവിയായി, സാഹിത്യകാരനായി, പ്രഭാഷകനായി, കഥാപ്രസംഗകനായി, തിരക്കഥാകൃത്തായി, ഗാനരചയിതാവായി എല്ലാം അറിയാം. ആ പേര് അറിയാത്ത ആരുണ്ട് ഇവിടെ? കേരളത്തിൻ്റെ കൾച്ചറൽ ക്യാപിറ്റലാണ് തൃശ്ശൂർ. ഇവിടെ ഇടതുപക്ഷം നിർത്തുന്ന സ്ഥാനാർത്ഥിയാണ് സഖാവ് ലീലാകൃഷ്ണൻ. ആ സ്ഥാനാർത്ഥി കേരളത്തിൻ്റെ സാംസ്കാരിക മേഖലയുടെ മുഖമാണ്. LDFൻ്റെ അന്തസ്സിൻ്റെ മുഖമാണ് ആ പേര്. അതെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ആ ചോദ്യം ഉദിക്കുന്നില്ല. ഇവിടെ നിന്നാണ് AR മേനോൻ, ജോസഫ് മുണ്ടശ്ശേരി ഇവരൊക്കെ ജയിച്ചു പോയത് ഇവിടെ നിന്ന് തന്നെയാണ്, ഈ നാട്ടിൽ നിന്നാണ്. അവരാരും പാർട്ടിയുടെ പ്രവർത്തകരായിരുന്നില്ല. ദേവർ ഓൾ ഇൻഡിപെൻഡൻസ്. ലീലാകൃഷ്ണൻ അതിനേക്കാളും അടുത്ത ബന്ധമുള്ള പാർട്ടിയുടെ ഉറ്റ പോരാളിയാണ്. കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം അറിയാവുന്ന, അതിൻ്റെ പാരമ്പര്യം അറിയാവുന്ന, പോരാട്ടവീര്യം അറിയാവുന്ന, അതിൻ്റെ കലയും സകറ്റവും ഹൃദയസ്ഥമായ പടയാളിയാണ് ലീലാകൃഷ്ണൻ. അതുകൊണ്ട് ആ ഒരാളെ അറിയില്ല എന്ന് ആര് പറഞ്ഞാലും അവരുടെ അജ്ഞതയെ ചൊല്ലി ഈ നാട് പരിതപിക്കും.